വിജയകുമാർ, ഇപ്പോഴും ഈ സാധാരണക്കാരായ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് GPS സംവിധാനം വാഹനങ്ങളിൽ എല്ലാവരും നിർബന്ധമാക്കണം എന്ന് പറഞ്ഞ് ഈ വാഹനത്തിലും GPS സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രികരുടെ സുരക്ഷയ്ക്കായിട്ടുള്ള ഈ പാനിക് ബട്ടണൊക്കെ ഉണ്ടല്ലോ, വലിയ തുക കൊടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനിയും പ്രവർത്തിച്ചിട്ടില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ പരാജയം ഒരു വശത്ത്, മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ പറയുമ്പോൾ സമഗ്രമായി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ക്രിസ്ത്യന, നേരത്തെ അർജുൻ ഓടിച്ച വാഹനത്തിന്റെ GPS സിഗ്നൽ ലഭിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ നിന്ന്. ആ സ്ഥലത്ത് ഈ റഡാറിന്റെ സിഗ്നലും ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത് വലിയൊരു പ്രതീക്ഷ അന്ന് അവിടെ ഉണ്ട് എന്ന ഒരു ഇന്നലെയാണ് ആ പ്രതീക്ഷ കുറെ കൂടി ശക്തമായത്. പക്ഷേ അവിടെ വളരെ വിശദമായ പരിശോധന നടത്തുകയും അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന പരിശോധന എനിക്ക് തോന്നുന്നു പൂർണ്ണമായും ഈ പുഴയിൽ കേന്ദ്രീകരിക്കുമെന്ന് തന്നെയാണ്. പുഴയിൽ കേന്ദ്രീകരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇന്നത്തെ പരിശോധന നടക്കുന്ന ആ രക്ഷാദൗത്യത്തിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ഈ ഗംഗാവാലി പുഴയുടെ ഈ ഭാഗമാകാനാണ് സാധ്യത. കാരണം ഈ ഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന മണ്ണ് ഇത് ഏതാണ്ട് 25-28 മീറ്റർ ആഴമുള്ള ഒരു പുഴയുടെ ഭാഗമാണ്, ഗംഗാവാലി പുഴയുടെ ഭാഗമാണ്. അവിടെ മണ്ണ് ഇവിടെ നിന്ന് ഇടിഞ്ഞ് വീണ ഈ 2 റോഡിന് 4 വരി പാതയും കടന്ന് പുഴയിലേക്ക് വീണ ആ പുഴയുടെ മുകളിൽ ഏതാണ്ട് 5 അടി നിരപ്പിൽ മണ്ണ് നിരന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 25 അടി താഴ്ചയിൽ 5 അടി ഭൂമിക്ക് ജലോപരിതലത്തിലും മണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 30 അടി മണ്ണ് കൂമ്പാരമായിരിക്കാം ഇത് എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഒരു 30 അടി മണ്ണ് കൂമ്പാരത്തിനുള്ളിലാണ് പരിശോധന നടക്കേണ്ടത്. ഈ ഭാഗത്ത് നിന്നാണ് ഇന്നലെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവർ പറഞ്ഞത്. അതായത് ഏതാണ്ടൊരു കരയിൽ നിന്ന് 40 മീറ്റർ അകലെ 8 അടി ജലോപരിതലത്തിന് താഴെ നിന്നൊരു സിഗ്നൽ ലഭിച്ചു എന്നാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവർ പറയുന്നത്. ഇതിന് സമാനമായി അതിന് തൊട്ടു ചേർന്ന് മറ്റൊരു ഒരു ചെറിയ ദ്വീപ് കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ദ്വീപ് എന്ന് പറയുമ്പോൾ കൂമ്പാരങ്ങളാണിത്. അവിടെ ഒരു ദ്വീപ് കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് സമാനമായി 1, 2, 3 ചെറു ദ്വീപുകൾ എന്ന് പറയുമ്പോൾ മണ്ണ് വീണ് രൂപപ്പെട്ട കൂമ്പാരങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്താണ് ഈ തെരച്ചിൽ നടത്തേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ദുഷ്കരമാകുന്ന സാഹചര്യം ഇതാണ്. അപ്പോൾ ഈ മണ്ണ് കൂമ്പാരത്തിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാറയും മണ്ണും ഒരുപോലെയുണ്ട്. ഈ പാറയൊക്കെ എന്ന് പറയുന്നത് ധാതു നിക്ഷേപങ്ങളുള്ള പാറയാണ്. അതുകൊണ്ട് ആ സിഗ്നലിനെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാമെന്ന് നമുക്കറിയില്ല. ഇന്നലെ നമ്മൾ അതിനെ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിച്ചതാണ്. കരയിൽ ഒരു വലിയ സിഗ്നൽ, ഒരു ലോറിയുടെയൊക്കെ നീളത്തിൽ ഒരു പ്രൊഫൈൽ, അതിൽ നിന്ന് ലഭിച്ച വലിയൊരു സിഗ്നൽ അവിടെ ഉണ്ടായിരുന്നു. അതൊരു വാഹനമാണെന്ന് തന്നെ ഉറപ്പിച്ചാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ തെരച്ചിൽ വിഫലമാവുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നടത്തുന്ന ഈ തെരച്ചിൽ പൂർണ്ണമായും ഈ മേഖലയിലായിരിക്കും. ആ തെരച്ചിൽ അതിൽ നിന്ന് ചില സൂചനകൾ കിട്ടുമെന്ന് തന്നെ കരുതാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക സൗകര്യങ്ങൾ എന്തൊക്കെ എന്നതായിരിക്കും നമ്മൾ ഈ പകൽ നിരീക്ഷിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ കരയിൽ ഉപയോഗിച്ച എല്ലാ റഡാറുകളും അതേ നിലയിൽ ഈ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കരുതുന്നില്ല. വെള്ളത്തിൽ നടത്തേണ്ട പരിശോധനയ്ക്കുള്ള എക്യുപ്മെൻറ്റ്സ് അത് എത്രത്തോളം ആധുനിക സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇത് കേവലം ഒരു മൺകൂമ്പാരം എന്നതിനപ്പുറത്തേക്ക് 30 അടി ഉയർന്നു നിൽക്കുന്ന, വെള്ളത്തിലും ജലോപരിതലത്തിലും താഴെയുമായി അത്രയും മണ്ണ് അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ടൺ കണക്കിന് മണ്ണ് അവിടെ വന്ന് ഇവിടെ ഈ ഭാഗത്തേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്ക്, നാവികസേന അംഗങ്ങൾക്കൊക്കെ അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ഇടയ്ക്ക് കയറി നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ഭാഗത്തെ മണ്ണ് വന്നു കൂടിയിട്ടുണ്ട്. നേരത്തെ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് പുഴ ഒഴുകി അതിൻ്റെ ഗതി തന്നെ മാറിപ്പോയി. അത് വേറൊരു തരത്തിലേക്ക്, വേറൊരു സ്ഥലത്തുകൂടി ജനവാസ കേന്ദ്രത്തിലൂടെ ഒക്കെ കയറി ഒഴുകി എന്ന് പറയുന്നു. പണ്ട് നമുക്കറിയാം ബീഹാറിൽ വലിയ പ്രളയമുണ്ടായി. നമ്മൾ 2018 നമ്മൾ അനുഭവിച്ചതുപോലെയുള്ള വലിയ പ്രളയം അവിടെ ഉണ്ടായപ്പോൾ കോസി നദി അതിൻ്റെ ദിശ മാറി മറ്റൊരു ദിശയിലൂടെ ഒഴുകി നൂറുകണക്കിന് ഗ്രാമങ്ങളെ അത് തുടച്ചു നീക്കിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഈ പുഴ അതിൻ്റെ ഗതി മാറിയാണ് ഒഴുകുന്നത്. അത്രത്തോളം മണ്ണും കല്ലും ഈ നദിയിലേക്ക് വീണു. അപ്പോൾ അതിനിടയിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു തരത്തിലും ഒരു സൂചനയും നമുക്ക് കിട്ടാത്ത തരത്തിൽ അവിടേക്ക് മണ്ണുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പകൽ ആ ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. എന്തൊക്കെ നമുക്ക് ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന പരിശോധന ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും എന്ന് കരുതാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ടാങ്കർ ലോറി ഒഴുകിപ്പോയത് ഏതാണ്ട് ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് 8-9 കിലോമീറ്റർ താഴെയാണ് അത് വന്ന് കിട്ടിയത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്ന് കിട്ടിയതും ഏതാണ്ട് 12 കിലോമീറ്റർ താഴെയാണ്.
അപ്പോൾ ഒന്നിനെയും ബാക്കി വയ്ക്കാതെ മുഴുവനെയും ഈ പുഴ എടുത്തുകൊണ്ട് പോയി ആ പുഴയിൽ വീണതിനെ എന്നൊക്കെ വേണം കരുതാൻ. കരയിലെ പരിശോധന അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും കരയിൽ ഇനിയും മൺകൂമ്പാരമുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതുണ്ടെന്നാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ പറയുന്നത്. പക്ഷേ അതിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സേനാ വിഭാഗങ്ങൾ പറയുന്ന അതിൽ നിന്നൊരു സിഗ്നലും ബലമുള്ള ഒരു സിഗ്നലും ലഭിക്കാത്തത് കൊണ്ട് അവിടെ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല. കുറെ കൂടി കാര്യമായ പരിശോധന പുഴയിൽ നടത്തണം. അഴിമുഖം മുതൽ ഈ അപകടമുണ്ടായ സ്ഥലം വരെ വളരെ സമഗ്രമായ ഒരു തെരച്ചിൽ തന്നെ നടത്തേണ്ടതുണ്ട്. അത് ഇന്ന് പൂർത്തിയാകുമോ എന്ന് നമുക്കറിയില്ല. അവിടെ കനത്ത മഴ തുടരുകയാണ്. ഇന്നും മുഴുവൻ മഴ എന്ന് പറയുന്നത് റെയിൻ വെതർ ഫോർകാസ്റ്റിൽ മഴയുടെ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിനെയൊക്കെ അവഗണിച്ച് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നോക്കാം. ഏതായാലും അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ കരുതാം. ക്രിസ്റ്റീന, സ്മിത.